സ്വർണ്ണപ്പാളി വിവാദം ഇടക്കാല കുറ്റപത്രം ഉടൻ നൽകാൻ പ്രത്യേക അന്വേഷണ സംഘം നടപടി തുടങ്ങി. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ മറ്റുള്ളവർക്കും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇടക്കാല കുറ്റപത്രം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുരാരി ബാബുവിന് 2 കേസുകളിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ മറ്റുള്ളവർക്കും ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം നീക്കം തുടങ്ങിയത്. അടുത്തയാഴ്ച തന്നെ ഇടക്കാല കുറ്റപത്രം നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ജാമ്യം തേടി മുഖ്യപ്രതികൾ പുറത്തിറങ്ങുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് SITയുടെ വിലയിരുത്തൽ. മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം കിട്ടാൻ പ്രത്യേക അന്വേഷണ സംഘം വഴിയൊരുക്കിയെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരാഴ്ചക്കുള്ളിൽ ഇടക്കാല കുറ്റപത്രം നൽകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം തുടങ്ങിയത്. വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും പ്രധാന കുറ്റപത്രം നൽകുക. നിലവിൽ 2 കേസുകളാണ് അറസ്റ്റിലായവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ 1 കേസ് കൂടി ചാർജ് ചെയ്യുവാൻ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. സ്വർണ്ണക്കൊടിമരവുമായി ബന്ധപ്പെട്ടായിരിക്കും പുതിയ കേസ് ചാർജ് ചെയ്യുക. ഹൈക്കോടതി നിർദ്ദേശം കൂടി ലഭിച്ചതിനു ശേഷമായിരിക്കും 3ാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യുക. ഇതോടെ പ്രതികൾക്ക് ഉടൻ ജയിൽ മോചനം ലഭിക്കില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ മുരാരി ബാബുവിനെ ED ഉടൻ ചോദ്യം ചെയ്യും. പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത എല്ലാവരെയും ചോദ്യം ചെയ്യാനാണ് EDയുടെ തീരുമാനം. പ്രധാന കക്ഷികളെന്ന് സംശയിക്കുന്നവരുടെ സ്വത്ത് വകകളും കണ്ടുകിട്ടും. ഇതിനുള്ള നീക്കവും ED ആരംഭിച്ചു കഴിഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.